അനുനാക്കി എപ്പിസോഡ് 1 ദ ലോസ്റ്റ് ബുക്ക് ഓഫ് എൻകിയുടെ അതിശയിപ്പിക്കുന്ന ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും അതിശയകരമായ പുരാണങ്ങളിൽ ഒന്നിലേക്കുള്ള കൗതുകകരമായ ഒരു യാത്ര ആരംഭിക്കുകയാണ്. മെസോപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളിൽ നിന്നുള്ള പുരാതന ദേവതകളായി പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്ന അനുനാക്കി വളരെ കാലമായി ആകർഷണത്തിൻ്റെയും ഊഹാപോഹങ്ങളുടെയും വിഷയമാണ്. സുമേറിയക്കാർ, അക്കാദിയക്കാർ, ബാബിലോണിയക്കാർ, അസീറിയക്കാർ എന്നിവരുടെ സൃഷ്ടിപരമായ കെട്ടുകഥകളിൽ ഇവർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായി വിശ്വസിക്കപ്പെടുന്നു. അവരുടെ കഥകൾ സൃഷ്ടി, ശക്തി, മനുഷ്യരാശിയുടെ ഉത്ഭവം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് അവരെ നമ്മുടെ കഥയുടെ ഒരു പ്രധാന ഭാഗമായി മാറ്റുന്നു. ഈ എപ്പിസോഡിൽ അനുനാക്കിയെക്കുറിച്ചും മനുഷ്യരാശിയുമായുള്ള അവരുടെ ഇടപെടലുകളെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഗ്രന്ഥമായ ദ ലോസ്റ്റ് ബുക്ക് ഓഫ് എൻകിയെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ നമ്മൾ വെളിപ്പെടുത്തും. അനുനാക്കി ദേവാലയത്തിലെ പ്രധാന ദേവന്മാരിൽ ഒരാളായ എൻകി പലപ്പോഴും ജ്ഞാനം, ജലം, സൃഷ്ടി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധവും ഇവർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളും മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ നിർണായകമാണ്. ഈ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ഭാവനയെ ആകർഷിക്കുക മാത്രമല്ല, ഈ പുരാതന കെട്ടുകഥകളെക്കുറിച്ചുള്ള വിമർശനാത്മക ചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അനുനാക്കിയുടെ കഥകൾ ഐതിഹ്യങ്ങൾക്കപ്പുറമാണെങ്കിൽ എന്തു ചെയ്യും? കാലത്തിനനുസരിച്ച് നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ അവർ കൈവശം വെക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? അനുനാക്കി പുരാണത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും നഷ്ടപ്പെട്ട പുസ്തകത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യാൻ ഞങ്ങളോടൊപ്പം ചേരുക. ആരാണ് അനുനാക്കി? പുരാതന മെസോപ്പൊട്ടേമിയൻ പുരാണങ്ങളിൽ, പ്രത്യേകിച്ച് സുമേറിയൻ സംസ്കാരത്തിൽ ഉത്ഭവിച്ച ഒരു കൂട്ടം ദേവന്മാരാണ് അനുനാക്കി. അവരുടെ പേര് സ്വർഗത്തിൽ നിന്ന് വന്നവർ അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാരുടെ സന്തതികൾ എന്ന് വിവർത്തനം ചെയ്യുന്നു. ഇത് അവരുടെ ദിവ്യ പദവിയും ആകാശ ഉത്ഭവവും പ്രതിഫലിപ്പിക്കുന്നു. സുമേറിയൻ മതത്തിൽ അനുനാക്കി ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അവിടെ അവർ ജീവിതത്തിന്റെയും പ്രകൃതിയുടെയും വിവിധ വശങ്ങൾ നിയന്ത്രിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെട്ടു. അവർ പലപ്പോഴും കൃഷി, പ്രപഞ്ചം എന്നിവയുടെ ശക്തികളുമായി ബന്ധപ്പെട്ടിരുന്നു. അവരെ സുമേറിയക്കാരുടെ ആത്മീയവും ദൈനംദിനവുമായ ജീവിതത്തിലെ കേന്ദ്ര വ്യക്തികളായി മാറ്റി. അനുനാക്കി ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ എൻകിയും എന്നിലും ഉൾപ്പെടുന്നു. ജലം, ജ്ഞാനം, സൃഷ്ടി എന്നിവയുടെ ദേവനായ എൻകിയെ മനുഷ്യരാശിയെ സഹായിച്ച ഒരു പരോപകാരിയായ ദേവനായി പലപ്പോഴും ചിത്രീകരിക്കുന്നു. കളിമണ്ണിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ബഹുമതി അദ്ദേഹത്തിനുണ്ട്. കൂടാതെ അനുകമ്പയ്ക്കും ബുദ്ധിക്കും പേരുകേട്ടയാളാണ് അദ്ദേഹം. മറുവശത്ത് കാറ്റിന്റെയും കൊടുങ്കാറ്റിന്റെയും ദേവനാണ് എൻലിൽ. പലപ്പോഴും കൂടുതൽ ആധികാരികവും ചിലപ്പോൾ പൗരുഷവുമായ വ്യക്തിയായി കാണപ്പെട്ടിരുന്നു. വിധിയുടെ ഉത്തരവുകൾക്ക് ഉത്തരവാദിയായ അദ്ദേഹം അനുനാക്കിയുടെ നേതാവായി കണക്കാക്കപ്പെട്ടു. മനുഷ്യരാശിയിലും നാഗരികതയിലും അനുനാക്കിയുടെ സ്വാധീനം ആഴമേറിയതാണ്. അവർ ആദ്യകാല മനുഷ്യർക്ക് അറിവ്, കഴിവുകൾ, കാർഷിക രീതികൾ എന്നിവ നൽകുകയും വികസിത സമൂഹങ്ങളുടെ വികസനത്തിന് അടിത്തറയിടുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവരുടെ കെട്ടുകഥകൾ പലപ്പോഴും സൃഷ്ടി, മരണം, ദൈവങ്ങളുടെയും മനുഷ്യരുടെയും പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്നിവയുടെ പ്രമേയങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അനുനാക്കിയുടെ കഥകളെക്കുറിച്ച് പറയുമ്പോൾ പുരാതന വിശ്വാസങ്ങൾ മാത്രമല്ല, മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും നമ്മുടെ നിലനിൽപ്പിലെ അർത്ഥത്തിനായുള്ള ശാശ്വതമായ അന്വേഷണവും നാം കണ്ടെത്തേണ്ടതുണ്ട്. ദ ലോസ്റ്റ് ബുക്ക് ഓഫ് എൻകി ഒരു അവലോകനം. അനുനാക്കിയെ ചുറ്റിപ്പറ്റിയുള്ള സമ്പന്നമായ പുരാണങ്ങളെ, പ്രത്യേകിച്ച് എൻകി ദേവനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആകർഷകമായ ഗ്രന്ഥമാണ് ദ ലോസ്റ്റ് ബുക്ക് ഓഫ് എൻകി. ഈ പുരാതന കയ്യെഴുത്ത് പ്രതിയിൽ മനുഷ്യരാശിയുടെ സൃഷ്ടി, ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം, ദിവ്യജീവികൾ അഭിമുഖീകരിക്കുന്ന ധാർമ്മിക പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ അടങ്ങിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. സുമേറിയൻ ലോകവീക്ഷണത്തെക്കുറിച്ച് സവിശേഷമായ ഒരു വീക്ഷണം നൽകുന്ന പുരാണം, തത്വചിന്ത, ആത്മീയത പഠിപ്പിക്കലുകൾ എന്നിവയുടെ സംയോജനമായാണ് ഈ പുസ്തകത്തെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ പേജുകളിൽ ലോസ്റ്റ് ബുക്ക് ഓഫ് എൻകി സൃഷ്ടിയുടെ സ്വഭാവം, ദൈവങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, വിധിയും സ്വതന്ത്ര ഇച്ഛാശക്തിയും തമ്മിലുള്ള സങ്കീർണമായ സാന്തുലിതാവസ്ഥ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന വിഷയങ്ങളെക്കുറിച്ച് പറയുന്നു. മനുഷ്യരാശിയുടെ സംരക്ഷകനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്ക് പ്രദർശിപ്പിക്കുന്ന എൻകിയുടെ ജ്ഞാനവും അനുകമ്പയും ഇത് വെളിപ്പെടുത്തുന്നുവെന്ന് പറയപ്പെടുന്നു. എല്ലാ ജീവികളുടെയും പരസ്പര ബന്ധത്തിനും ധാർമ്മിക തെരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ദൈവീക പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ചും ഈ വാചകം അഭിസംബോധന ചെയ്യുന്നു. ഈ പ്രമേയങ്ങൾ സമകാലിക പ്രേക്ഷകരുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുകയും നമ്മുടെ സ്വന്തം ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. പുരാതന മെസോപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളുടെ വിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും വെളിച്ചം വീശുന്ന അനുനാക്കി സിദ്ധാന്തത്തിന്
പഠനത്തിന് സന്ദർഭം നൽകുന്നതിനാൽ ചരിത്രപരമായി എൻകിയുടെ നഷ്ടപ്പെട്ട പുസ്തകം പ്രാധാന്യമർഹിക്കുന്നു. ഈ പുരാതന വിവരണങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങളെയും മൂല്യങ്ങളെയും എങ്ങനെ സ്വാധീനിച്ചു എന്ന് ചിത്രീകരിക്കുന്നു. ഇത് പുരാണങ്ങൾക്കും ചരിത്രത്തിനും ഇടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്നു. സുമേറിയൻ മതത്തിന്റെ വിശാലമായ വസ്ത്രധാരണവും തുടർന്നുള്ള നാഗരികതകളിൽ അതിന്റെ സ്വാധീനവും മനസ്സിലാക്കാനുള്ള നിർണായക ഭാഗമായാണ് ഈ പുസ്തകത്തെ പലപ്പോഴും കാണുന്നത്. എന്നിരുന്നാലും എൻകിയുടെ നഷ്ടപ്പെട്ട പുസ്തകം നിഗൂഢതയിൽ പൊതിഞ്ഞിരിക്കുന്നു. പല പണ്ഡിതന്മാരും അതിന്റെ ആധികാരികതയും ഉത്ഭവവും ചർച്ച ചെയ്യുന്നു. ചിലർ ഇതൊരൊറ്റ കൃതിയേക്കാൾ വിവിധ ഗ്രന്ഥങ്ങളുടെ സമാഹാരമായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നു. പുസ്തകത്തിനുള്ളിലെ പഠിപ്പിക്കലുകൾ പലപ്പോഴും നിഗൂഢമായതിനാൽ വ്യാഖ്യാനത്തിനും ഊഹാഭോഗങ്ങൾക്കും ഇടം നൽകുന്നു. ഈ അവ്യക്തത അതിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുകയും അനുനാക്കിയെക്കുറിച്ചും മനുഷ്യ ചരിത്രത്തിൽ നിലനിൽക്കുന്ന പാരമ്പര്യത്തെക്കുറിച്ചും മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ തിരയുന്നതിനായി അതിന്റെ ആഴങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ ആരാധകരെയും ഗവേഷകരെയും ഒരുപോലെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു.